Hello guys, welcome to my channel Bor Systems. അപ്പോൾ നമ്മുടെ സാധനം വന്നിരിക്കുകയാണ് ആമസോണിൽ നിന്ന് നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ ഹെഡ്ഫോൺ അൺബോക്സിങ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എൻ്റെ പഴയ ഹെഡ്ഫോൺ എവിടെ പോയിരുന്നു? ബൈ അത് പൂക്കാവടി പോലെയായി. അതെല്ലാം ഹെഡ്ഫോൺസ് ഇങ്ങനെ തന്നെയാണ് ഗൈസ്. വേറൊരുത്തരും കൂടി ഉണ്ട് കാണണോ? അതും പൂക്കാവടി പോലെയായി. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇന്ന് നമ്മൾ അടുത്ത പൂക്കാവടി ഹെഡ്ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് അധികം സമയം പാഴാക്കാതെ വേഗം നമ്മുടെ ഹെഡ്ഫോൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഹെഡ്ഫോണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോണിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ വരുന്ന മൈക്ക്. അപ്പോൾ ഇതിൻ്റെ RGB പവർ ചെയ്യാനുള്ള USB പിന്നെ ഓഡിയോയ്ക്കുള്ള സെപ്പറേറ്റ് പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഞാനൊരു തവണ ഈ ആൻഡ് സ്പോർട്സിൻ്റെ ഒരു യൂസറായിരുന്നു. ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നതാണ്. ബട്ട് സമയം പോകുന്തോറും ഇതിന് ലൂസ് കണക്ഷൻ വന്നു തുടങ്ങി. ഏകദേശം ഈ ജോയിൻറ്റിൻ്റെ ഈ പോർട്ട് ഈ ഭാഗത്ത് ആയിട്ട് ഒരു ലൂസ് കണക്ഷൻ വന്നു. പിന്നെ പറയണ്ടല്ലോ, പൊതുവെ യൂഷ്വലി അത് ഗെയിമിംഗ് ഹെഡ്സെറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ലൂസ് കണക്ഷൻ. മെയിൻലി ഈ ഭാഗം അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗം അല്ലെങ്കിൽ ഈ എഡ്ജ് ഭാഗം അവിടെയാണ് കൂടുതൽ ലൂസ് കണക്ഷൻ വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹെഡ്ഫോൺസ് റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. കാരണം ഇതിൻ്റെ വയറെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ബ്രൈഡഡ് കേബിൾ അല്ലാതെ മറ്റേ നോർമൽ കേബിൾ യൂസ് ചെയ്യുന്ന വെച്ചു. അങ്ങനെ ഞാൻ മറ്റേ RedGearലോട്ട് മാറി ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ RedGearലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബിൽഡ് തന്നെയാണ്. കാരണം ഇതിനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഭാഗമാണ്. പോരാത്തിന് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സൗണ്ട് കേൾക്കാം. അങ്ങനത്തെ ഒരു സൗണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ബോഡി. പോരാത്തിന് ഇവിടെ തിരിഞ്ഞെങ്ങിരിക്കും. അപ്പോൾ ഇവിടെ ഇയറിൻ്റെ ഈ ഭാഗത്തൊക്കെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലൊക്കെ സ്ട്രീം ചെയ്യാൻ നേരത്ത് എനിക്ക് നല്ല പെയിൻ വരാറുണ്ട്. പോരാത്തിന് ഇപ്പോൾ ഗെയിമിംഗ് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഇത് കുറേ നേരം ഇടുമ്പോൾ അപ്പോഴും ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഹെഡ്ഫോൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. ബട്ട് ചില സമയത്ത് ആൻഡ് സ്പോർട്സിൻ്റെ മൈക്ക് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. പിന്നെ സൈഡിൽ ഈ RGB ലൈറ്റും അതേ നല്ല രസമാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് RedGearൻ്റെ ഈ ഹെഡ്ഫോൺ ആണ് അൺബോക്സിങ് റിവ്യൂ ചെയ്യണത്. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ആൻഡ് സ്പോർട്സിൻ്റെ ഒരു ഹെഡ്ഫോൺ വലിച്ചടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഈ രണ്ട് ഹെഡ്ഫോണാണ് മെയിനായിട്ടുള്ള ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന, എന്നുവെച്ചാൽ ലോ ബഡ്ജറ്റ് ഗെയിമേഴ്സിന് പറ്റിയിട്ടുള്ള രണ്ട് ഹെഡ്ഫോൺ. ബട്ട് ഇത് രണ്ടും ലോ ബഡ്ജറ്റ് ആണെങ്കിൽ തന്നെ, ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലോ അല്ല കേട്ടോ, 1800 രൂപയുടെ ഹെഡ്ഫോണാണ്. അത് വേറെ കാര്യം. ബട്ട് നിങ്ങൾക്കത് ഓഫറിന് 500 രൂപയ്ക്കും പല റേഞ്ചിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കൊക്കെ അത് നല്ല വില കുറവിന് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഓഫർ ടൈമിൽ മേടിച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ ആൻഡ് സ്പോർട്സിൻ്റെ ഹെഡ്ഫോണിൽ നിന്ന് RedGearൻ്റെ ഹെഡ്ഫോണിലോട്ട് ഷിഫ്റ്റ് ചെയ്തൊരു യൂസറാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പോരാത്തിന് ഈ വീഡിയോ കണ്ടത് മിക്ക ആൾക്കാരും യൂട്യൂബേഴ്സോ സ്ട്രീമേഴ്സോ അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹെഡ്ഫോൺ ക്വാളിറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വലിയ യൂട്യൂബേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് മിക്കവാറും ബിഗിനേഴ്സ് ആണെങ്കിലും പ്രോ ലെവലാണെങ്കിലും ഞാൻ 2 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുകൊണ്ട് നമ്മൾ അധികം സംസാരിച്ച് സമയം ചിലവെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടം വരെ വീഡിയോ കണ്ടു വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബോണസായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ NVIDIA ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഞാൻ പുതിയ ആപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോണു. ഹലോ, ഇപ്പം നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ റണ്ണിങ് ആണ്. ആ ആപ്പ് AI വെച്ചിട്ട് വർക്ക് ആവുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. NVIDIAയുടെ ഏതെങ്കിലും ഒരു RTX ഗ്രാഫിക്സ് കാർഡ് വേണം എന്നൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഞാൻ എപ്പോഴും ഇത് ഓണാക്കി ഇടാറുണ്ട്. കാരണം വെച്ചാൽ ഇത് പരമാവധി നോയ്സ് എല്ലാം റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി ആപ്പാണ്. എന്തായാലും നിങ്ങൾ ഇവിടം വരെ കണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ബോണസ് ആയിട്ട് ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഹെഡ്ഫോണിൻ്റെ വോയിസ് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് RedGearന്ന ഈ ഹെഡ്ഫോണിൽ നിന്നാണ്. ഞാൻ വേറെ നോയ്സ് ക്യാൻസലേഷൻ സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഫാനൊന്നും റണ്ണിങ് അല്ല, അത് വേറെ കാര്യം. ഇനി ഞാൻ ഫാൻ ഇട്ടിട്ടുള്ള വോയിസ് ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ നല്ല രീതിയിൽ റണ്ണിങ് ആണ്. അത്യാവശ്യം ഫുൾ സ്പീഡിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ആൻഡ് സ്പോർട്സിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് സ്പോർട്സിലെ നോയ്സ് ക്യാൻസലേഷനാണ്. നമ്മൾ വേറെ എക്സ്റ്റേണൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടില്ല നോയ്സ് ക്യാൻസലേഷന്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യാം. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ ഇട്ടിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ മാക്സിമം സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോയ്സ് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഇത്രയ്ക്കൊക്കെ നോയ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി ഈ RedGearഉം ആൻഡ് സ്പോർട്സും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന 2 ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഏതെടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വോയിസ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ RedGear ആണ് ഇത്തിരി മുമ്പിൽ. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ് സ്പോർട്സ് ലേശം മുമ്പിലാണെന്ന് പറയാം. കാരണം മറ്റൊന്നല്ല, അതിൽ ഫ്രീക്വൻസി ഇത്തിരി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, വോക്കൽ ഫ്രീക്വൻസി. ബട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഐ തിങ്ക് ഇത്തിരി ബേസ് ഇത്തിരി ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്വാളിറ്റി 2 ഹെഡ്ഫോൺസിൻ്റെ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്യുക. പിന്നെ സ്ട്രീമർ എന്നൊരു നിലയ്ക്ക് അല്ലെങ്കിൽ യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. അതിപ്പോൾ ഏത് ഹെഡ്ഫോൺ ആയാലും നിങ്ങളുടെ ആ ജാക്ക് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ എല്ലാ ഹെഡ്ഫോൺസും കമ്പാക്റ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉള്ളത് നോക്കി ഓർഡർ ചെയ്യുക. മറ്റൊന്നല്ല, ഇപ്പോൾ നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ PCയുടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ പോർട്ടിൻ്റെയോ വല്ല മൈന്യൂട്ട് ഇഷ്യൂ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഹെഡ്ഫോൺസ് ചിലപ്പോൾ കണക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നല്ല വിലപിടിപ്പുള്ള ഹെഡ്ഫോൺ ആയിരിക്കണം, ചിലപ്പോൾ ചീപ്പായിരിക്കാം. പക്ഷേ അത് നമുക്ക് ഹെഡ്ഫോണിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് നല്ല കമ്പനി ആയിരിക്കും മേ ബി. അത് നിങ്ങളുടെ ജാക്കായിട്ട് കണക്ട് ചെയ്യുന്നതും അതുപോലെ ഓഡിയോ ഡ്രൈവർ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഓഡിയോ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ RedGearൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് പറയുകയാണെങ്കിൽ അതുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാനായിട്ട് വേറെ എക്സ്റ്റേണൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗെയിമേഴ്സിന് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഇവിടം വരെയും കണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും രണ്ടാമതൊരു ബോണസ് ടിപ്പും കൂടിയും തരാം. അത് മറ്റൊന്നുമല്ല, നിങ്ങളെന്തായാലും ഈ വീഡിയോ ഇവിടം വരെയും കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബേഴ്സോ സ്ട്രീമേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി വല്ല ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽപ്പെട്ട ആരെയിലായിരിക്കും, അല്ലെങ്കിൽ ഹെഡ്ഫോൺസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗെയിമേഴ്സോ സ്ട്രീമേഴ്സ് എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഹെഡ്ഫോണിൻ്റെ വീഡിയോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള ഹെഡ്ഫോണോ മൈക്കോ മേടിച്ചാലും നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ ട്വീക്ക് ചെയ്യണം. അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വെച്ചാൽ നമ്മൾ ആദ്യം സെറ്റിങ്സ് എടുക്കുക. അതിൽ സിസ്റ്റംസിൽ സൗണ്ട് എടുത്തിട്ട് ഹെഡ്ഫോൺ നമ്മൾ ഏതാണോ എനേബിൾ ചെയ്തിട്ടുള്ളത് അത് എടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ സ്റ്റുഡിയോ ക്വാളിറ്റി, ഇപ്പോൾ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ DVD ക്വാളിറ്റി ആയിരിക്കും എടുക്കേണ്ടാവുക. അത് ഡീഫോൾട്ട് സെറ്റിങ്സ് ആണ് വിൻഡോസിൻ്റെ. അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞൂടാ. അത് നമ്മൾ സ്റ്റുഡിയോ ക്വാളിറ്റിയിലോട്ടാക്കുക. അതാകുമ്പോൾ നമുക്ക് ആക്ച്വൽ നമ്മുടെ സൗണ്ടിൻ്റെ പെർഫോമൻസ് ഏതാണ് അത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അത് മൈക്കിലും അതേപോലെ തന്നെ സെറ്റിങ്സ് മാറ്റുക. അതുപോലെ നമ്മുടെ NVIDIA ബ്രോഡ്കാസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ സൗണ്ട് ഞാൻ NVIDIA ബ്രോഡ്കാസ്റ്റ് എന്നിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യത്തെ ഫസ്റ്റ് ടിപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ NVIDIA ബ്രോഡ്കാസ്റ്റ്. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു മാസീവ് ചേഞ്ച് തന്നെ വരുത്താൻ പറ്റും നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റിക്ക്. 1800 ഇതിൻ്റെ MRP. ബട്ട് ഇത് പല പ്രൈസിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരുന്നുണ്ട്. ചില സമയത്ത് ഓഫറിന് ഇത് 500 രൂപ വരെയൊക്കെ കുറഞ്ഞ് വരുന്ന ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈം നോക്കിയിട്ട് ഏത് ഹെഡ്ഫോണായാലും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ RedGearൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഹെഡ്ഫോൺ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ ജഡ്ജ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വോയിസ് NVIDIA ബ്രോഡ്കാസ്റ്റിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ പക്ക നോയ്സ് ക്യാൻസലേഷൻ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം അത്ര ക്ലിയർ ആയിരിക്കും ഇതിൻ്റെ വോയിസ്. കാരണം ഇത് NVIDIA ബ്രോഡ്കാസ്റ്റ് അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. സ്ട്രീമേഴ്സിനും ഗെയിമേഴ്സിനും വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസോ സ്ട്രീം എന്തെങ്കിലും ചെയ്യണ നേരത്ത് അത്യാവശ്യം ലാഗ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല വെൽ ഒപ്റ്റിമൈസ്ഡ് ആപ്പാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു മൈക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്ന മിക്ക ആൾക്കാരും അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ സ്ട്രീമേഴ്സോ എന്തെങ്കിലും ആയിരിക്കും അവർ വോയിസ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും മിക്കവാറും ഈ ഹെഡ്ഫോൺസിൻ്റെ വീഡിയോസ് കൂടുതലും സെർച്ച് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു മെസ്സേജ് വളരെയധികം ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് മാക്സിമം യൂട്യൂബേഴ്സിനും സ്ട്രീമേഴ്സിനും ഷെയർ ചെയ്യുക. ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ RGB പോരാത്തതിന് ഈ പ്രീമിയം ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആൻഡ് സ്പോർട്സിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നെങ്കിലും ഇതിൻ്റെയും ചില ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇവിടെ വേറെ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ ഇവിടെ അതെ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ആണ്. പിന്നെ RGB ഒക്കെ നൈസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കുഷൻ വന്നിരിക്കുന്നത് നല്ല ഡിഫറൻ്റാണ്. ഇതിൻ്റെ പോലത്തെ മറ്റേ ഹാൻഡ് സ്പോർട്സിൻ്റെ പോലെ ഇളകിലേക്ക് പോരുമില്ല. ഇതിന് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്. പോരാത്തതിന് ഇവിടെ സ്ട്രെച്ചബിൾ അഡ്ജസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ മൈക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം മൈക്കും നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് മൗത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അധികം ചാടിക്കും ഹാൻഡ് സ്പോർട്സിൻ്റെ. അത് എയർ വന്ന് മുട്ടാൻ കാരണമാകുന്നു. പക്ഷേ നമ്മുടെ RedGearൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇത്തിരി സൈഡിലായിട്ടാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. അപ്പോൾ എയർ വന്ന് ഡയറക്റ്റ് കോൺടാക്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ന്യൂ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഹെഡ്ഫോൺസിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടതല്ലേ. ഞാൻ എൻ്റെ സ്പോർട്സിൻ്റെ വിശേഷങ്ങളെല്ലാം അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഈ വീഡിയോസൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.